കാട്ടിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്ന വെള്ളം ഇവിടെ നേരെ വന്ന് പതിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെയും ഒരു ഏരിയ ഉണ്ട്, ഇവിടേക്കും വെള്ളം വരുന്നുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ അണ്ടർഗ്രൗണ്ട് കൂടി ഇതിലൂടെ വെള്ളം വരും. രാവിലെ തന്നെ കുറച്ച് ചോര കുടിച്ചിട്ട് തുടങ്ങാം നമുക്ക് ഈ ദിവസം അല്ലേ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ലിപ്സ്റ്റിക്കും പൊട്ടും കുറിയൊക്കെ തൊട്ട് എങ്ങോട്ടാണ് ഈ യാത്ര എന്നുള്ളത്. ഇന്ന് ഞാൻ ഒരുങ്ങിക്കെട്ടി പോകുന്നത് ഒരു ഭയാനകമായിട്ടൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോളേ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ അമ്മ രാവിലെ തന്നെയുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് മോളെ ഈ കമ്മലൊന്ന് നോക്ക്, ഇത് മതിയോ എന്നൊക്കെ ചോദിച്ച് അമ്മ വന്നേ. അങ്ങനെ ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ ഒരുവിധമൊക്കെ കംപ്ലീറ്റായി. അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തു. അമ്മമ്മയാണെങ്കിൽ ഇതാ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കും. എന്താ പരിപാടി? അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പോവാനുള്ള പരിപാടി നോക്കുവാണേ. നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ വണ്ടികളൊക്കെ വളരെ കുറവാണ്. 2 വീലർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുള്ളൂ. ഓട്ടോ ഒക്കെ പോവെങ്കിൽ പോലും എളുപ്പത്തിന് നമുക്ക് 2 വീലറാണ്. രാവിലെ മലയാള മനോരമ അത് നിർബന്ധമാണ്. എൻ്റെ അമ്മമ്മയ്ക്ക് രാവിലെ തന്നെ പേപ്പർ കിട്ടണം എന്നുള്ളത് ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ 2 സെൽഫിയൊക്കെ എടുത്തു ചില്ലാക്കി. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ സാധാരണ ഒന്നും കഴിക്കാറില്ല. ഇത് അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് ഈ വെട്ടി കഴിക്കുന്നത്. 3 റോബസ്റ്റും 1 ബീട്രൂട്ട് ജ്യൂസും രാവിലെ തന്നെ കഴിച്ചു. അത് ഞാൻ ബീട്രൂട്ട് ജ്യൂസാണ് രാവിലെ തന്നെ കഴിക്കാറുള്ളത്. കാരണം എനിക്ക് ബ്ലഡ് നല്ല കുറവായതുകൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിലും അമ്മമാർ ഇങ്ങനെ തന്നെയാണോ? പോകുന്ന സമയത്ത് അയൽവക്കക്കാരോടൊക്കെ യാത്ര പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും സമാധാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഗൈസ്. അപ്പം ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഞങ്ങൾ അമ്പലത്തിൻ്റെ വഴിയിലൊക്കെ എത്തിക്കഴിഞ്ഞു. ഞങ്ങളെ വീടിൽ നിന്ന് നേരെ കനാൽ വഴി എത്തിയിട്ടൊക്കെയാണ് ഈ വഴിയിലേക്ക് എത്തിയത്. റൂട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മളിപ്പോൾ കറക്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അതായത് ഇനി കുറച്ചും കൂടി പോകാനുള്ളൂ. നമ്മളിപ്പോൾ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു കാട്ടിനുള്ളിലേക്കാണ് പോകുന്നത്. അതായത് വലിയ മലയുടെ താഴത്തായിട്ട് വലിയൊരു കാട്, ഈ പാറകളും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി. വണ്ടി ഉള്ളോട്ട് പോവില്ല, ആ കാട്ടിന് നടുവ് കൂടെ നമുക്ക് നടയാത്ര മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ നേരെ മുന്നിലേക്ക് നടന്നു കേട്ടോ. ഇവിടെ ഇത്ര ജനവാസമില്ലാത്ത സ്ഥലമൊന്നുമല്ല, നന്നായിട്ട് ജനങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉള്ളോട്ട് പോകുന്ന കോണം 2 സൈഡിലായിട്ട് 2 കുളങ്ങളുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ട്. ഒരു കുളത്തിൽ നല്ല അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ മീനും ഉണ്ട്. അമ്മ ഇറങ്ങാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നല്ല വഴുക്കലുണ്ട്. പേടിച്ചിട്ടാട്ടോ ഇറങ്ങിയത്, കാല് കഴുകാൻ വേണ്ടിയിട്ട്. അമ്മ ചുമ്മാ കാല് വെച്ചപ്പോൾ തന്നെ നല്ല വഴുക്കലുണ്ടായിരുന്നു. ഇവിടെ വരുവാണെങ്കിൽ ആരും ഇതിൻ്റെ അകത്ത് ഇറങ്ങരുത്, നല്ല വഴുക്കലുണ്ട്. ടൈലാണ് അവർ വിരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കാല് സ്ലിപ്പായി പോയിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ബോർഡുകളൊക്കെ കണ്ടതേ. ആ ബോർഡിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അന്യമതസ്ഥർക്ക് അവിടേക്ക് പ്രവേശനമില്ല, പിന്നെ കാട്ടിനുള്ളിൽ വേസ്റ്റ് ഇടാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാട്ടിൽ നിറയെ കുരങ്ങന്മാരുണ്ട് എന്നാണ് പറയുന്നത്. ആ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ബേക്കറി സാധനങ്ങളൊന്നും കൊണ്ടുപോകരുതെന്ന് പ്രത്യേകം അവിടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല നമ്മളെ നാട്ടിൽ ഇതുപോലൊരു വലിയൊരു കാടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയുവാണേ. നമ്മളിപ്പം വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? വള്ളിക്കാട്ടുകാവ് എന്ന് പറയുന്ന അമ്പലത്തിലാണ്. കോഴിക്കോട് ജില്ലയിൽ പേരുകൊണ്ട് മാത്രം പ്രശസ്തിയായിട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. അതായത് ഈ അമ്പലത്തിൻ്റെ പേര് തന്നെ വള്ളിക്കാട്ടുകാവ് എന്നാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ മരങ്ങളില്ലേ, അതിൻ്റെ അകത്ത് ഒരുപാട് വള്ളികൾ വരുന്നുണ്ട്. ആ വള്ളികൾ നിലത്തിലൂടെ പടർന്നിട്ട് പന്തലിച്ചിട്ട് ഇങ്ങനെ വള്ളി പോലെ ഒടിഞ്ഞാണ് വളരുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇങ്ങനെ ഈ വള്ളികൾ നേരെ താഴോട്ട് വളരുകയും അത് നേരെ പൊന്തി പിന്നെയും ഓപ്പോസിറ്റായിട്ട് അതിങ്ങനെ ഒടിഞ്ഞ് വളരുകയാണ് ചെയ്യുന്നത്. ഈ കാട്ടിലൂടെയുള്ള ഈ വഴി ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു അരുവി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ അരുവി എന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങിയിട്ടാട്ടോ നമ്മളെ ഈ വഴി കൂടെ വരുന്ന. അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാഴ്ചയായിട്ടോ കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. മോളിങ്ങനെ കളിക്കുന്ന കണ്ടപ്പം അമ്മയും കുറേ നേരം നോക്കിയൊക്കെ നിന്ന് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കടന്നു. ഇതാണ് അമ്പലത്തിൻ്റെ മൊത്തമായിട്ടുള്ള വ്യൂ. അതായത് നേരെ ഒരുപാട് സ്റ്റെപ്പുകളാണ് മുകളിലോട്ട് കയറി പോകുന്നത്. ഞങ്ങൾ ചെരുപ്പൊക്കെ താഴെ അഴിച്ചു വെച്ചു. ഇത് അതിൻ്റെ പ്രതിഷ്ഠയുടെ മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പാട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറേ പാറക്കെട്ടുകളൊക്കെയാണ് ഉള്ളത്. പ്രസാദത്തിന് ഷീട്ടാക്കണം എന്ന് പറഞ്ഞാൽ അമ്മ നേരെ സ്റ്റെപ്പ് കയറി പോയി കേട്ടോ. അങ്ങനെ ഉള്ളോട്ട് കിടന്നപ്പോഴാണ് ഒരാൾ അവിടെ തുളസിമാല കെട്ടുന്നത് കണ്ടത്. കുറച്ച് നേരം ഞാൻ നോക്കിയെന്ന്.
പിന്നെ വേഗം വഴിപാട് കൗണ്ടറിൽ പോയി. ഇവിടെ കുറേ വഴിപാടുണ്ട്. വഴിപാടുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തണം. കാരണം ഇവിടെ നേരത്തെ വഴിപാടുകൾ എടുക്കുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. വളരെ കുറച്ച് വഴിപാട് മാത്രമേ നമുക്ക് നേരം വൈകിയാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അധിക പേരും വരുന്നത് പ്രശ്നപരിഹാര ദോഷങ്ങൾക്കും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കല്യാണം നടക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പല ആവശ്യങ്ങൾക്കാട്ടോ വരുന്നത്. എനിക്ക് ഈ അമ്പലം കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ തോന്നിയത് എന്താണെന്നറിയോ, ഈ കാടിനോട് ഭയങ്കരമായിട്ട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇവിടുത്തെ അമ്പലത്തിലെ അടുക്കളയാണ്. ഒരുപാട് നല്ല സ്ഥലമുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം വേണ്ട വിളക്കുകളൊക്കെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് പാത്രങ്ങളും വെച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, എത്ര മനോഹരമായിട്ടാണ് ഈ പ്രകൃതി ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? ഈ കാടിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് പാറകൾ, അതിൻ്റെ ഇടയിലായിട്ട് കുറേ അരുവികൾ, എന്നിട്ട് അവിടെ ഇങ്ങനെ കുറേ പ്രതിഷ്ഠകൾ. ഇവിടുത്തെ മെയിനായിട്ട് നെയ്ത്തിരി കത്തിക്കുക എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. ഞങ്ങളൊരു 3 എണ്ണം കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഞാനും അമ്മയും കൂടെ അത് കത്തിച്ചേട്ടോ. 3 എണ്ണം തട്ടിലാക്കിയിട്ടാണ് അവർ തന്നത്. ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ച് തിരി ഞങ്ങൾ കത്തിച്ചു കേട്ടോ. ഈ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് നോക്കിയാലും എവിടെ പോയിരുന്നാലും നമുക്ക് ഈ വെള്ളം വീഴുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഈ പ്രതിഷ്ഠയുടെ 4 ദിക്കിലായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്? ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവതിയാണ്. നമുക്ക് നന്നായിട്ട് അമ്മേനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇത് ഇവിടുത്തെ നമ്പൂതിരിയാണ്, പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാട്ടോ. അതായത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കല്ലുണ്ട്, അതിൻ്റെ അവിടെ പൊട്ടിച്ചിട്ടാണ് അത് മുട്ടറക്കുന്നത്. സത്യത്തിലുണ്ടല്ലോ, എനിക്ക് ഈ കാടും ഈ പരിസരമൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു കുളിര് തന്നെയാട്ടോ വരുന്നത്. ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അനന്തഭദ്രത്തിലെ ആ പാട്ടും അവിടുത്തെ ആ സീനുകളൊക്കെയാണ് മനസ്സിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പ്രസാദമൊന്നും കിട്ടിയതൊന്നുമില്ല. ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ നമ്പൂരിയുടെ മുഖത്ത് നോക്കിയിട്ട് ദയനീയ ഭാവം കാണിച്ചപ്പോൾ ദയ തോന്നിയിട്ട് ഞങ്ങൾക്കൊരു ഗ്ലാസ് പായസം തന്നിട്ടോ. ആ ഒരു സന്തോഷമാണ് എൻ്റെ അമ്മയുടെ മുഖത്തുള്ളത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒന്നും കിട്ടിയില്ലല്ലോ, പ്രസാദമൊന്നും കഴിക്കാൻ നമുക്ക് തന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. പായസം കിട്ടിയപ്പോൾ അമ്മയുടെ ആ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി. ആർത്തി പിടിച്ച് തിന്നപ്പോൾ കൈ പുള്ളിയ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കഴിച്ചു. ഈ അമ്പലം തുടക്കം എങ്ങനെയായിരുന്നു? പണ്ടേ എങ്ങനെ തന്നെയാ? വലിയ കാട്. ദുർഗാദേവി. അപ്പൊ ഈ മറ്റേ വള്ളിക്കാവ് എന്നുള്ള പേര് വരാൻ കാരണം? വള്ളിക്കാവ് എന്നുള്ള പേര് വരാൻ കാരണം? വള്ളികളിലുണ്ട്. അപ്പൊ കൊരങ്ങന്മാരുണ്ട് എന്ന് പറയുന്നത് കൊരങ്ങന്റെ അമ്പലം ശരിക്കും ഇവിടെ എന്താ ദേവിയാണോ? ഭഗവതി ദുർഗയാണ്. അപ്പൊ ഇവിടെ അപ്പൊ കൊരങ്ങൻ വരുന്ന എന്തെങ്കിലും ഐതിഹ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പണ്ടേ ഉള്ളതാണ് കൊരങ്ങൻ. പിന്നെ കൊരങ്ങന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ അവര് വരുന്നത്? അറിയില്ല അല്ലേ? ശരിയാ, പോട്ടെ എന്നാല്. ബാക്കി പ്രസാദം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ പോവാനുള്ള പരിപാടിയിലേക്ക് നോക്കുവാണ്. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ ആർക്കും വലിയ വശമില്ല. പണ്ട് മുതലേ അമ്പലം ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ അമ്പലം 20 ഏക്കറാണുള്ളത്. അതായത് കാടുകളാൽ ചുറ്റപ്പെട്ടിട്ട് 20 ഏക്കറിൻ്റെ ഉള്ളിലാണ് ഈ കാട്ടിൽ അമ്പലമുള്ളത്. പണ്ട് കാട്ടിൽ വസിച്ചിരുന്ന ആളുകൾ കല്ലിൽ ചോര കാണുകയും അതിൽ ദേവിയുടെ സ്വയംഭൂ പ്രതിഷ്ഠയുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ഇതൊരു അമ്പലമായിട്ട് പൂജകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ചയും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ അമ്പലത്തിൻ്റെ മെയിനായിട്ടൊരു പ്രത്യേകതയാണ്. അതായത് ഈ കല്ലിൽ, അതായത് ഈ ചെറിയ ചെറിയ കല്ലുകളുണ്ട്. ചെങ്കല്ല് പോലത്തെ എന്തോ കല്ലാണ്. ഇതിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ചന്ദനം പോലെ ഉണ്ടാവും. റെഡ് കളറ് ഇങ്ങനെ കുറിഞ്ഞാത്തോടെ നല്ല അടിപൊളി കളറാണ്. അതാ
ഇത് ഇവിടുത്തെ മെയിനായിട്ടൊരു പ്രത്യേകതയാണ്. കല്ലരച്ചിട്ട് കുറുകിടുക. കുറേയൊക്കെ വരച്ചിട്ടൊക്കെ തീർന്നു വരുന്നുണ്ട്. എത്ര വരച്ച് തീർത്തിട്ടുണ്ട് അവർ. നല്ല വെയിറ്റുള്ള കല്ലാട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് പ്രത്യേകത. കാട്ടിലെ വെള്ളത്തിന് ഒരു പ്രത്യേക തണുപ്പും സുഖമാണെന്നുള്ളത് പറയുന്നത് എത്ര ശരിയാണെന്നറിയോ? അവർ കുരങ്ങന്മാരെ വിളിക്കുകയാണ് കേട്ടോ. കൈ കൊട്ടിയിട്ട് നമുക്കൊന്ന് പോയി വിളിച്ചു നോക്കാം. വരുമെന്ന്. പഴമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തായാലും കൊടുക്കണ്ടേ, നോക്കാം. കുറി ഭക്തി കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഭക്തിക്ക് നമ്മളൊരു കുറവുമില്ല. എൻ്റെ ഇവിടെ കണ്ട വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപാടി മുൻകൂട്ടി പറയണമെന്ന്, വനവാദമല്ലാതെ ഫോട്ടോസ് ഇവിടെ എടുക്കാൻ പാടില്ല എന്നും, ഷർട്ട് ബനിയൻ ചെരുപ്പ് ഇവ ധരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടുന്ന് ആ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്ന വെള്ളം ഇവിടെ നേരെ വന്ന് പതിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെയും ഒരു ഏരിയ ഉണ്ട്. ഇവിടേക്കും വെള്ളം വരുന്നുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ അണ്ടർഗ്രൗണ്ട് കൂടി ഇതിലൂടെ വെള്ളം വരും. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് പോകും. നമ്മൾ വന്ന വഴിയാട്ടോ അത്. പിന്നെ വേറൊരു വഴിയുണ്ട്, അത് കണ്ടോ, അത് വന്ന വഴിയാണ്. അല്ല, അത് വേറൊരു വഴിയാണ്. ആളുകൾ തൊട്ടടുത്ത ആളുകൾക്ക് വരുന്ന വഴിയാണ്. ഇതൊക്കെ കുരങ്ങനെ വേണ്ടി കാണാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ കൂടെ ഒരാളുണ്ട് എടക്കര ഭാഗത്തേക്ക്. ഈ വഴി എങ്ങോട്ടാന്ന് പറയാം, നമ്മളെ എടക്കര ഭാഗത്തേക്കുള്ള റോഡാണ്. കാരണം ടൗണിലേക്കുള്ള ഏരിയ, അതായത് റോഡാണിത്. ഈ അമ്പലത്തിലേക്കുള്ള വേറൊരു വഴിയാണ്. ഇതിന് വള്ളിക്കാട്ടുകാവ് എന്ന് പറയുന്ന ഇത്രയും പേര് ഇങ്ങനൊരു പേര് വരാൻ കാരണം നിറയെ വള്ളികളാൽ ചുറ്റിപ്പെട്ട് കിടക്കുകയാണ് ഈ അമ്പലം. കണ്ട അടിപൊളിയാണ്. നിറയെ വള്ളികളാണ്. നിലത്തുള്ള വേരുകൾ പോലും വള്ളികളെ പോലെയുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ വള്ളികളും മുകളിലേക്ക് പൊന്തിയിട്ട് പിന്നെ താഴോട്ട് പിന്നെയും പടർന്ന് പോയത്. കണ്ടോ, വലിയ കൂറ്റൻ മരമാണ് കേട്ടോ. ഇവിടെ കുരങ്ങിന് വേണ്ടിയിട്ട് ഒരു നേർച്ചയുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, ഇത് എന്തിനാണ് ഈ വഴിപാട് കഴിക്കുന്നത്? ചേച്ചി, ഇത് എന്തിനാണ് വഴിപാട് കഴിക്കുന്നത്? ഇത്രയും ഭംഗിയുള്ളൊരു അമ്പലം നമ്മുടെ സ്വന്തം കോഴിക്കോട് ഉണ്ടായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. ഇവിടെ നിങ്ങൾ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഉറപ്പായിട്ടും വരണം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാം. ചെറിയ അരുവികളുണ്ട്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്, കാണാൻ കുറേ കുഞ്ഞു ജീവികളുണ്ട്. അതായത് അണ്ണാന്, ഭംഗിയുള്ള കിളികൾ, അങ്ങനെ പലതും ഇവിടെ കാണാനുണ്ട്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വരണം. ഇതാണ് കുടുക്കച്ചോറ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളില്ലാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു വഴിപാട്, അതായത് ഈ കുടുക്കയിൽ ചോറ്, ഇത് എന്ത് ചോറാമേ? ഉണങ്ങലരി. അത് പുഴുങ്ങിയിട്ട് ചോറാക്കിയത്. അതിങ്ങനെ കലങ്ങളിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ, കുടുക്കയിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ അതൊരു വഴിപാടായിട്ട് എടുത്തിട്ട് കുട്ടികളുണ്ടാവും അവർക്ക്. കണ്ടോ, ഇപ്പോൾ കുരങ്ങന്മാരൊന്നും ആരും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ കിളികളും അണ്ണാനൊക്കെയാണ് വന്ന് കഴിക്കുന്നത്. പഴമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാനായിട്ട്. ഇവിടെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവതിയാണ്. എങ്കിൽ പോലും ഇങ്ങനെയൊരു വഴിപാട് കൂടെ ഉണ്ട് ഇവിടെ. കാരണം ഇത് തുടങ്ങിയ കാലം മുതലേ ഇവിടെ കുരങ്ങന്മാരുണ്ട് എന്നാണ് നമ്പൂതിരിയൊക്കെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. എങ്ങനെ അവർക്ക് കഴിക്കാനുള്ളത് തന്നെയാണ്. പഴവും എല്ലാം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ കോഴിക്കോട് ജില്ലയിൽ വള്ളിക്കാട്ടുകാവ് എന്ന ക്ഷേത്രത്തിൽ, അതായത് എടക്കര ഭാഗത്തുള്ള ക്ഷേത്രം. അമ്മയുടെ ചെറിയ പ്രായത്തിലൊക്കെ ഈ കാട്ടിൽ നിറയെ കുരങ്ങന്മാരുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒറ്റൊന്നിനെ പോലും ഇവിടുന്ന് കാണാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടം തോന്നി. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. ഇവ പോവാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ എല്ലാം വേരുകളാണ് കേട്ടോ. കഴിഞ്ഞിറങ്ങുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ പുതിയ ഏതെങ്കിലും അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിനും കമൻറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സൈനിങ് ഓഫ്. ഒറ്റ പ്രശ്നമുള്ളൂ, ഞങ്ങളിവിടെ വള്ളിക്കാട്ടുകാവ് വന്നത് ഞങ്ങൾക്ക് കുരങ്ങന്മാരൊന്നും കാണാൻ പറ്റിയില്ല. നിങ്ങൾ 2 കുരങ്ങറ്റുകളെ കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ വള്ളിക്കാട്ടുകാവുന്ന് നേരെ കാട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ബൈ ബൈ.